നേരം 11 മണിയായി. ഉച്ചയ്ക്കുള്ളതൊന്നും ആയിട്ടുമില്ല. അതിനുള്ള സാധനങ്ങളും തീർന്നിരിക്കുന്നു. അടുത്തങ്ങൊരു കടയില്ലാത്തത് വല്ലാത്ത കഷ്ടം തന്നെ. ഈ ചെറുക്ക് ഇതുവരെ എണീറ്റ് പോലും ഇല്ലല്ലോ. എൻ്റെ ഈശോയെ, ഇന്നലെ അങ്ങേര് വന്നപ്പോൾ തന്നെ 1 മണിയായി. പുലർച്ചെ പോവുകയും ചെയ്തു. പാവം, ആകെയുള്ള ഒന്നാണ് ആ കിടക്കുന്നത്. എന്നാൽ ഇവനുണ്ടോ ഒരു കൈസഹായം? ഏഹെ. ഡാ മോനെ ബാബു, ഒന്ന് എണീക്കടാ. നേരം 11 മണി കഴിഞ്ഞു. നീ ഒന്ന് പോയി കുറച്ച് മലക്കറി മേടിച്ചിട്ട് വന്നേ. മമ്മയ്ക്ക് വയ്യായികേടാ. മോനെ, ഡാ എണീക്ക്. ഒന്ന് പോമമ്മ, ഞാൻ കുറച്ചേരം കൂടി ഉറങ്ങട്ടെ. അളിയാ പറടാ. ഓക്കെ ഞാനിതെത്തി. ഓക്കെ. ഈശോ വളരെ നിന്നെ ഇന്നും ദോശയാ. ബാബു, നീ ഇതെങ്ങോട്ടാ? എങ്ങോട്ടുമില്ല, ഒന്ന് വെളിയെ വരെ. എനിക്കറിയാം. നിന്റെ ആ വൃത്തിയിട്ട കൂട്ടുകാരുടെ അടുത്തേക്കല്ലേ? എന്തിനാ മോനെ പപ്പയും മമ്മയും ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? നീ നിന്റെ പഠിപ്പവും നിർത്തി. എന്നാൽ കടയിൽ പോയി പപ്പയെങ്കിലും ഒന്ന് സഹായിച്ചു കൊടുത്തൂടെ? പാവം, അങ്ങേര് എത്ര കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാമോ? മമ്മ, ഞാൻ ഇപ്പോഴാണൊന്ന് ഫ്രീ ആയത്. ഇതുവരെ നിങ്ങളൊക്കെ പഠിക്കും എന്നും പറഞ്ഞ് പിന്നാലെ നടന്ന് എന്നെ ഭ്രാന്താക്കായിരുന്നില്ലേ? കുറച്ചു കാലം ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ എന്തെങ്കിലും ചെയ്യട്ടെ. എന്നെ വെറുതെ വിട് പ്ലീസ്. ബാബു മോനെ നിക്ക്. നീ എന്തെങ്കിലും കഴിച്ചോടാ. അളിയാ, ഹായ്. ഞാനെത്തി. അളിയാ കൂടുന്ന? ഓ ഇല്ല അളിയാ, ഇന്ന് റമ്മി കളിക്കാനാ മൂഡ്. എവിടെയാണ് അളിയാ? ഞങ്ങൾ തുടങ്ങി. നിങ്ങൾ തുടങ്ങിയാ? അളിയാ തീർന്നു, സാധനം തീർന്നിരിക്കുക. സാധനം തീർന്നാ? പോയിക്കോണ്ട് അതെ, നമ്മുടെ സ്ഥിരം ബ്രാൻഡ്. ഓക്കെ അളിയാ കേറിക്കോ. 100 ഇട്ടിട്ട് ഇങ്ങോട്ട് വെക്ക്. 100. ഓക്കെ ഇടളിയാ. അത് തിന്ന് തീർക്കല്ലേ? പിന്നെ എനിക്കെന്താ ഉള്ളത്? നീ പോടാ. ഇതാ പറയുന്നത്, അടിക്കാതെ കൂടെ കൂട്ടിയ ടച്ചിൻസ് തീരുന്നു. ബാബു, നിന്റെ മമ്മ ഇന്നലെ ചീത്ത പറഞ്ഞില്ലേ ലൈറ്റ് ആയതിന്? പറഞ്ഞു. ഞാനും ചൂടായി. പിന്നെ എനിക്ക് വേറെ പണിയില്ലേ പപ്പയുടെ കടയിൽ കിടന്ന് ജീവിതം തീർക്കാൻ? ഞാൻ വേറെ ബിസിനസ് നോക്കും. നമുക്കൊക്കെ ഇനി ഒരുപാട് സമയമില്ല അളിയാ. അളിയാ, നമുക്ക് ക്ലബിൽ പോകണ്ടേ? അവള് വിളിച്ചിരുന്നു. പോകാം, നൈറ്റ് അല്ലേ? അതെ, നെക്സ്റ്റ് വീക്കിൽ 2 ഹോളിഡേ വരുന്നുണ്ട്. എന്താ നമ്മുടെ പ്ലാന്? എടാ, നമുക്ക് ഫുജിറ പോയാലോ? നമുക്കേ തിരിച്ചു വരുമ്പോഴേ ദുബായ് പബ്ബിലും കയറാം. ഓക്കെ, അത് കലക്കും. പിന്നെ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ പോയപ്പം നമ്മളെ കൂട്ടിയില്ല. നമുക്കും ഡാൻസ് ഒക്കെ അറിയാം. സോറിയടാ. ഓക്കെ മച്ചാ, നമുക്ക് സാറ്റർഡേ പോകാം. ഫ്രൈഡേ
പപ്പയും അമ്മയും പള്ളിയിൽ പോകും. അപ്പോ കാറ് ഫ്രീ ആവില്ല. അപ്പൊ സാറ്റർഡേ. ആരാടി അത്? മോനാ. ആ, തുറന്നു കൊടുക്ക്. ഡാ മോനെ, നീ വല്ലതും കഴിച്ചോടാ. വാ, മമ്മ ചോറ് വിളമ്പാ. എനിക്കൊന്നും വേണ്ട, ഞാൻ കിടക്കുക. അല്ലടി, വിളമ്പി കൊടുക്ക്. നീയാണ് അവനെ ഇങ്ങനെ വഷളാക്കിയത്. ഓ, ഇവന്റെ കയ്യിൽ നിന്ന് ഒരു തുള്ളി വെള്ളം കിട്ടിയിട്ട് മരിക്കാൻ പറ്റുമോ? എന്റെ ഈശേ. മകനെ, നീ ഉണർന്നോ? ആരാണത്? ഞാൻ എവിടെയാണ്? ഭയക്കണ്ട മകനെ, നീ എത്തേണ്ടടുത്ത് തന്നെയാണ് എത്തിയിരിക്കുന്നത്. നിനക്ക് ഭൂമിയിൽ അനുവദിച്ച സമയം തീർന്നിരിക്കുന്നു. എല്ലാ ജീവജാലങ്ങൾക്കും ഞാൻ അനുവദിച്ചതുപോലെ. ഇനി നീ ചെയ്തു കൂട്ടിയ നന്മ തിന്മകൾക്കനുസരിച്ച് നിന്റെ ബാക്കി ജീവിതം ഇവിടെയാണ്. എന്ത്? അപ്പോ ഞാൻ മരിച്ചെന്നോ? എന്താണ് നിങ്ങൾ പറയുന്നത്? അതെങ്ങനെ സംഭവിക്കും? എനിക്കാകെ 25 വയസ്സാകുന്നുള്ളൂ. എനിക്ക് ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. ഇല്ല, ഒരിക്കലുമില്ല. എനിക്കിത് വിശ്വസിക്കാൻ കഴിയില്ല. ഞാനിത് വിശ്വസിക്കില്ല. നിനക്കിനിയും വിശ്വാസം വന്നില്ല അല്ലേ? എങ്കിൽ നിന്റെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ അനുവദിച്ച സമയം കാണൂ. അമ്മ, ഇല്ല 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 ഇല്ല. ആ, എടാ, നീ എവിടെ? ഞങ്ങൾ റൂമിലുണ്ടോ? എന്താടാ, എന്താ പ്രശ്നം? അത് ആ, പറ. പിന്നെ എന്താണ്? ഞാൻ അങ്ങോട്ട് വരാം. മമ്മ, 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 എവിടെ പോയി? The person you are trying to reach is not available. Please try again.
ഇത്രയും കാലം ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി എന്ത് ചെയ്തു? എന്നെ വളർത്തി വലുതാക്കിയവരെ ഞാൻ എങ്ങനെ മറന്നു? ഇല്ല, ഇനി ഞാൻ അവരെ വിഷമിപ്പിക്കില്ല. ഇനിയെങ്കിലും എനിക്ക് ജീവിക്കണം എൻ്റെ കുടുംബത്തിന് വേണ്ടി. മമ്മ, മമ്മ നിക്ക്. ഏ? മോനെ അത് ബാബുവിന്റെ അമ്മയല്ലേ? എന്താ പ്രശ്നമുണ്ട്? വാളിയ മോനെ 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 അയ്യോ എന്റെ മോനെ ബാബു ബാബു മോനെ 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 എന്റെ മോനെ ഈശോയെ എന്റെ മോനെ മോനെ എന്റെ മോനെ മോനെ എന്റെ മോനെ